ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായിക്കൊണ്ടാണ് സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജോയൻ ഗാർഷ്യയെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോ വില്യംസിനെ കൂടി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. കൂടാതെ മറ്റു പല താരങ്ങൾക്ക് വേണ്ടിയും ബാഴ്സ ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ സജീവമാണ്. ഇതിനിടെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാഴ്സലോണയിൽ നിന്നും 4 താരങ്ങൾ പുറത്തു പോവുകയാണ്. ആ 4 താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അൻസു ഫാറ്റി, അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ മൊണാക്കോയിലേക്ക് പോവുകയാണ്. താരത്തെ മൊണാക്കോ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മറ്റൊരു താരം പാബ്ലോ ടോറയാണ്. കഴിഞ്ഞ സീസണിൽ ടോറയ്ക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെയാണ് ക്ലബിന്റെ പ്ലാൻ. റയൽ മയോർക്കയുമായി ബാഴ്സലോണ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. 2026 പാബ്ലോയുടെ ബാഴ്സയുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെർമനന്റ് ആയിക്കൊണ്ട് വിൽക്കാനാണ് ഇപ്പോൾ FC ബാഴ്സലോണ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത താരം അത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഒറിയോൾ റോമിയോയാണ്. ഹാൻസി ഫ്ലിക്കിന്റെ പ്ലാനുകളിൽ ഒറിയോളിന് ഇപ്പോൾ ഇടമില്ല. കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ജിറോണയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അടുത്ത സമ്മറിലാണ് അദ്ദേഹത്തിന്റെ ബാഴ്സയുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുക. അദ്ദേഹത്തെയും സ്ഥിരമായിക്കൊണ്ട് വിൽക്കാനാണ് ബാഴ്സ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു താരം ക്രിസ്ത്യൻസൺ ആണ്. അതായത് ഒരു സെന്റർ ബാക്കിനെ ഒഴിവാക്കും എന്നുള്ള കാര്യം സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡക്കോ പറഞ്ഞിരുന്നു. നിലവിൽ 5 സെന്റർ ബാക്കുമാർ FC ബാഴ്സലോണയിൽ ഉണ്ട്. ആ താരങ്ങളിൽ ക്രിസ്ത്യൻസിന് പുറത്തു പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4 സെന്റർ ബാക്കുമാർ മതി എന്ന ഒരു തീരുമാനമാണ് FC ബാഴ്സലോണ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 4 താരങ്ങളെ കൈവിടാനാണ് ബാഴ്സലോണ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ താരങ്ങൾ ഇനി പുറത്തേക്ക് പോകുമോ എന്നുള്ളതൊക്കെ വ്യക്തമാവേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.